തന്നെ ഞങ്ങളുടെ എയർബിഎൻബിയിൽ നിന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നേരെ അടുത്ത കൺട്രിയായ സ്പെയിനിലോട്ട് പോവുകയാണ്. പോകുന്നത് നമ്മൾ വാസ്കോഡ ഗാമ ബ്രിഡ്ജ് കയറിയാണ്. വാസ്കോഡ ഗാമ ബ്രിഡ്ജ് 7 മൈലും അല്ലെങ്കിൽ 17.2 കിലോമീറ്ററും നീളമുണ്ട്. 98 ഫീറ്റ് വീതിയും 486 ഫീറ്റ് ഹൈറ്റും ഉള്ള ബ്രിഡ്ജാണ് വാസ്കോഡ ഗാമ ബ്രിഡ്ജ്. ഇതും കടന്നാണ് ഞങ്ങൾ സ്പെയിനിലോട്ട് പോകുന്നത്. സ്പെയിനിലെത്തി അവിടുത്തെ പാർക്കിംഗ് ലോട്ടിൽ ഞങ്ങൾ വണ്ടിയിട്ട് ഞങ്ങളുടെ എയർബിഎൻബിയിലേക്ക് ഞങ്ങൾ നടന്നു. അങ്ങനെ പാർക്കിംഗ് കണ്ടുപിടിച്ച് പാർക്കിങ്ങിലിട്ടു. നാളെ വരെ അവിടെ ഇടുക. എന്നിട്ട് ഇതിൽ കൂടെ നിന്നൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കാനാണ് പരിപാടി. ആദ്യം തന്നെ ഇത് ബിയർ വന്നിട്ടുണ്ട് വലിയ ഗ്ലാസ്സിൽ വിത്ത് ഒലിവ്. അതെ, ആദ്യം തന്നെ ഹാംബർഗറും ഒരു സ്മോൾ പിസയും വന്നു. അതിൽ തുടങ്ങുകയാണ്. എങ്ങനെയുണ്ട്? ഓക്കെ ഗായ്സ്, ഇവിടെ ഞങ്ങൾക്ക് ഫ്രൈസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് തീർത്തു. ഷാർക്ക് വന്നിട്ടുണ്ട്. അതെ, ഷാർക്ക് ഞങ്ങൾ 2 പീസും കൂടി ഉള്ളൂ. അതെല്ലാം ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുവിൻ്റെ വലിയ പിസ്സ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ വലിയ പിസ്സ കഴിക്കുക. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ റബ്ബർ ബാൻഡ് കിട്ടി. റബ്ബർ ബാൻഡ് എലാസ്റ്റിക് ആയതുകൊണ്ട് അച്ഛൻ കുറേ ചവച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവനെ വിളിച്ച് കാണിച്ചപ്പോൾ അവൻ ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു പർപ്പിൾ അടിപൊളി റബ്ബർ ബാൻഡായിരുന്നു. അതുണ്ടായിരുന്നെങ്കിൽ കോല് വെച്ച് നമ്മൾ റബ്ബർ ബാൻഡ് വെട്ടി. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. റബ്ബർ ബാൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കൊച്ചു ചോദിച്ചോണ്ട് ചോദിക്കാം. റബ്ബർ ബാൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒക്ടോപ്പസ് എന്ന് പറഞ്ഞിട്ട് റബ്ബർ ബാൻഡ് കഴിച്ചു ഈ കടയിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് കോമഡി ഉണ്ട്. അത് കഴിഞ്ഞ് അവർ ബില്ലും കൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അതിന് പൈസ എടുക്കുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വിയാഡോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞില്ല, ഞങ്ങൾക്ക് ഇനി ഓർഡർ ചെയ്യാനുണ്ട്. ഞങ്ങൾ സ്റ്റാർട്ടേഴ്സ് മാത്രമേ വി ആർ നോട്ട് ഡൺ ആയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ബട്ട് വി ആർ ഡൺ. വാട്ട് യു മീൻ? ഞങ്ങൾ വി ആർ ക്ലോസ്ഡ്. കട ക്ലോസ് ചെയ്യണോ? എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരേ ഉള്ളൂ, കട ഇനി ക്ലോസ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ ഓക്സ്റ്റൈൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് നടന്നില്ല. അതിൻ്റെ മ്ലാനതയിൽ ഞാൻ ലിൻസേച്ച് നിൽക്കുകയാണ്. എനിക്ക് കാണുന്നില്ലായിരുന്നു. സോ നമുക്ക് അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി ഒന്ന് കിടന്നുറങ്ങി. ഓർക്കസ്ട്രയുടെ മുഖത്ത് കാണാനുണ്ട്. ഒന്ന് ഉറങ്ങി ഫ്രഷായി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ 9 മണിയായി. 9 മണിയായപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2-3 കഴിഞ്ഞ ആഴ്ച വന്ന മറ്റേ സെൻറ്റ് മൈക്കിൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള അവിടെയൊക്കെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങോട്ട് നമ്മൾ ജസ്റ്റ് വന്നു. ഇതിൽ കൂടെ ഒന്ന് നടന്ന് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ നൈറ്റ് ലൈഫും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം മെഡ്രിഡ് നൈറ്റ് ലൈഫ് നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പം മെഡ്രിഡ് നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മളത് വീണ്ടും പ്ലാസ ഡി മയോറിൽ വന്നിരിക്കുകയാണ് അതിൻ്റെ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടി. അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇനി ഇന്ന് പോയി നോക്കാം. അന്ന് വന്നപ്പോൾ ഭയങ്കര ചൂടായിട്ട് നമ്മൾ സെൻറ്ററിലേക്കൊന്നും ഇറങ്ങിയില്ലായിരുന്നു സ്ക്വയറിലോട്ട്. ആൾക്കാർ ഓടുന്നുണ്ടോ? പോലീസിനെ കണ്ടപ്പോൾ എല്ലാവരും കൂടിയും സംഭവം എല്ലാവരും ഓടുകയാണ്. അച്ഛാ കൊച്ചച്ഛാ എല്ലാവരും ഓടുന്നുണ്ടോ?
ദാണ്ട് അവിടെ ലൈറ്റ് ഇട്ട് പോലീസ് വരുന്നുണ്ടോ? പാരീസിൽ എല്ലായിടത്തും അങ്ങനെ, യൂറോപ്പിലൊക്കെ പോലീസ് പോയി അവരെല്ലാവരും തിരിച്ചു വരുന്നു. സാധനങ്ങൾ വയ്ക്കാൻ പോവാണ്, വിൽക്കാനുള്ളത്. പോലീസ് കണ്ട ഉടനെ അവർ ഓടും. നമ്മൾ പാരീസിൽ എല്ലായിടത്തും ഇതേപോലെ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ തവണ ഇതേപോലെ പാരീസിൽ പോയപ്പോൾ സെയിം തിങ് കാണിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കുക, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നൈറ്റ് ലൈഫ് നല്ല രസമുണ്ട് അല്ലേ? എവിടെ എസ് പറഞ്ഞാൽ സോ എങ്ങനെയുണ്ട് സ്പെയിൻ? എങ്ങനെയുണ്ട്? ഓക്കെ, ആ പറഞ്ഞു തന്നെ. പക്ഷേ ഞങ്ങൾക്ക് പക്ഷേ പോർച്ചുഗൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു ഇതിനേക്കാളും, സ്പെയിനേക്കാട്ടും. സെവൻ ഇസ് ഓക്കെ, ഐ മീൻ ഗുഡ്. Sí. ഇവിടെ ന്യൂട്രല്ലയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, നല്ല വലിപ്പമാണ്. അവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് 2-3 വർഷത്തേക്കുള്ള ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ന്യൂട്രല്ല. അങ്ങനെ മെഡ്രിഡിൻ്റെ തെരുവിലൂടെ നടക്കുകയാണ്. ഇപ്പോൾ നല്ല കാറ്റ്, നല്ല ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട്, നടക്കാൻ നല്ല സുഖമാണ്. ഇവിടെ വേറെ സ്ക്വയറിലെത്തി. അവിടെ നിൽക്കുമ്പോൾ ജനസാന്ദ്രമായ സ്ഥലം. ഞങ്ങൾ മെഡ്രിഡിൽ എവിടെ പോകുമ്പോഴും ഞങ്ങൾ ചെന്ന് കഴിയുമ്പോഴും അത്ര വലിയ ഇതില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഒരു എന്താ പറയുക വൈബ് പോലെയുണ്ട്. ഇതിന് പുറകിൽ ആൾക്കാർ ഉണ്ടോ, അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുടെ ജനസാന്ദ്രമാണ്. പിന്നെ ഇതിനിടയ്ക്ക് കൂടെ കച്ചവടക്കാരുണ്ട്. പോലീസിനെ കാണുമ്പോഴത്തേനും റെഡിയായിട്ട് എടുത്ത് ഓടാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓടുന്ന കാണുമ്പോഴത്തേനും ആൾക്കാരെല്ലാം നോക്കി നിൽക്കും. അത് പോലീസ് പോയി എന്ന് അറിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് ആ സെയിം സ്പോട്ടിലേക്ക് അവർ പിന്നെയും തിരിച്ചു വരും. പിന്നെ എന്തിനാ അവിടെ അവർ പോലീസുകാർക്ക് അറിയാമായിരിക്കും മേ ബി ലൈക്ക് ഇങ്ങനെ ആൾക്കാരുണ്ടെന്നുള്ളത്. അങ്ങനെ ഒരു അണ്ടർ കവർ നിർത്തി ഇവരെ മാറ്റിച്ചാൽ മതിയല്ലോ. പക്ഷേ മേ ബി ഈ ഓടുന്നത് ഒരു കാഴ്ചയായതുകൊണ്ടാവാം ഇവരെ ഏനോ പോലീസ് വന്ന് ജസ്റ്റ് പേടിപ്പിച്ച് വിടുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ നടക്കുകയാണ്. നടന്ന് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. എങ്ങോട്ടാണ് പോകുന്നത്? നോസേ അത് തന്നെ. എനിക്കാണ് നല്ല ഉറക്കം വരുന്നുണ്ട്. ദാസ്ത പോലീസ് എടുത്തോണ്ട് പോകും പോലീസ്. ഇനി മിക്കവാറും ഉമ്മാരെല്ലാം ഓടുക. For me? Yes. Why? What is that? Kazoo. Kazoo? This is an instrument. Oh, it's an instrument? Yes. Thank you. Thank you so much. Okay, I can show you. It's like you just make do. Oh. Got it. Yeah, it's a little instrument. You Is can it take it anywhere. Oh, okay. Thank you. Thank you for You did a good encouraging job. me. Thank you. Thank you.
ഞങ്ങൾ ആ കൊച്ച് നന്നായി വായിക്കും, ഒരു കുഞ്ഞു കൊച്ച്. അപ്പോൾ പാവം തോന്നി. ഞാൻ നോക്കുമ്പോൾ ഇവിടുത്തെ പൈസ ഒന്നുമില്ല, $1 ഉണ്ടായിരുന്നു, അതും $100 കയ്യിലുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ എവിടെയോ $1 ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവന് ഈ സാധനം തന്നു, വായിക്കുന്ന സാധനം. എന്താ അപ്പോൾ ആ കൊച്ച് അടിപൊളിയായിട്ടായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആ കൊച്ചിൻ്റെ മുഖവും ആ വായന എല്ലാം കൂടി കണ്ടിട്ട് എനിക്ക് എന്താ പറയുക, അത് പോകാൻ തോന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് കൊടുക്കാമെന്ന് വെച്ച് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ വന്നിട്ട് അവരമ്മ അപ്പുറത്ത് മാറിയപ്പോൾ അത് ഞാൻ കണ്ടില്ലായിരുന്നു. ഇവർ വന്നിട്ട് തല ഇങ്ങനെ മടങ്ങി, നമ്മുടെ ജാപ്പനീസ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന പോലെ മടങ്ങിക്കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഒരു സാധനം എടുത്ത് വന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്തിന് ഗിഫ്റ്റ് പറഞ്ഞു, ഇത് വിസിലാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഓടി വന്നിട്ട് ഞങ്ങൾക്ക് കാണിച്ചത് ഇങ്ങനെ വിസിലടിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് കിട്ടി. ആ കൊച്ചിന് നല്ല ഭാവിയുണ്ട്. ഞങ്ങൾ McDonald's കയറി ഒരു നഗറ്റ്സ് വാങ്ങിച്ചു. അപ്പോൾ അതും കഴിച്ചുകൊണ്ട് നേരെ പോകാമെന്ന് വിചാരിച്ചു ഇനി. കാരണം ഓൾറെഡി ഇപ്പോൾ 11-12 അടുത്താക്കാണ്ടായി. ഇപ്പോൾ ലേറ്റ് ആവുന്നതുകൊണ്ട് ഇനി ഫുഡ് കഴിച്ചാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് നഗറ്റ്സ് വാങ്ങി ഒരു സോണമായി കുടിച്ചാണ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ McDonald's ഇറങ്ങി. McDonald's ഫുഡ് ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. ഇതിലും ഭേദം അമേരിക്കയിലെ ഫുഡ് തന്നെയാണ്. ഇവിടെ വന്നിട്ട് പക്ഷേ എനിക്ക് പോർച്ചുഗലിൽ നിന്ന് വാങ്ങിച്ചാൽ നല്ലായിരുന്നു അല്ലേ? പോർച്ചുഗലിൽ നിന്ന് വാങ്ങിച്ചാൽ നഗറ്റ്സ് നല്ലായിരുന്നു, പക്ഷേ ഇവിടുത്തെ ഒന്നിനും കൊള്ളത്തില്ല. ഞങ്ങൾക്ക് സ്പെയിനെ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഫ്രൈസിന് വികാരം തീരെയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ Airbnb ഉണ്ടോ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് തന്നെയാണ്. ഞങ്ങൾ Airbnb-യിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം എന്നും പറയുന്ന പോലെ ഷെയർ, സബ്സ്ക്രൈബ്. എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. And we are going inside.